പൊന്മള പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും ശിഹാബ് തങ്ങൾ കോൺഫറൻസ് ഹാൾ സമർപ്പണവും നടന്നു. MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പൊന്മള പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ശിഹാബ് തങ്ങൾ കോൺഫറൻസ് ഹാളിന്റെ സമർപ്പണവും നടന്നു. MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് അവരുടേതായ ഒരുപാടേറെ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് പഞ്ചായത്ത് ഓഫീസ് എന്ന് പറയുന്നത്. പഞ്ചായത്ത് ഓഫീസ് എപ്പോഴും ജനങ്ങൾ കയറിറങ്ങുകയും അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓഫീസുമായി ബന്ധപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. പൊന്മള പഞ്ചായത്തിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്ന അസൗകര്യങ്ങൾ ഒഴിവാക്കി പുതിയ സൗകര്യങ്ങളുണ്ടാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. പഞ്ചായത്തിൻ്റെതായ തനത് ഫണ്ടിൽ നിന്ന് 58 ലക്ഷം രൂപ ചെലവഴിച്ച് ഓഫീസിൻ്റെ 1-ാം നില കെട്ടിടം ഭംഗിയായി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുകയാണ്. നാളെ മുതൽ പഞ്ചായത്തിലേക്ക് വരുന്ന ഗുണഭോക്താക്കൾക്ക്, ആവശ്യക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായി അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് സൗകര്യപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി, ഭരണസമിതിക്ക് ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് അധ്യക്ഷയായി. സ്ഥലപരിമിതി മൂലം ഏറെ പ്രയാസങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് മെച്ചപ്പെട്ട സൗകര്യത്തിൽ ഒരു ഓഫീസ് എന്ന കടമ്പ ഭരണസമിതി ഏറ്റെടുത്തത്. ഈ ഭരണകാലയളവിൽ തന്നെ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഭരണസമിതി. ഉദ്യോഗസ്ഥർക്ക് ശരിക്കൊന്ന് വർക്ക് ചെയ്യാനോ അവരുടെ ഫയലുകൾ ശരിക്കൊന്ന് അടുക്കി വെക്കാനൊന്നും സ്ഥലമില്ലാത്ത രീതിയിലായിരുന്നു നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നപ്പോൾ തന്നെ 18 മെമ്പർമാരും ഐക്യകണ്ഠേന തീരുമാനം എടുത്തതാണ് പഞ്ചായത്തിൻ്റെ 1-ാം നിലയിലേക്ക് നമുക്ക് പണി കഴിപ്പിക്കണം, നമ്മൾ പോകുന്നതിന് മുമ്പ് അത് നാടിന് സമർപ്പിക്കണം എന്നുള്ളത്. പൊന്മള പഞ്ചായത്തിന്റെ വിവിധ വർഷങ്ങളിലെ വികസന ഫണ്ടിൽ നിന്നും 58 ലക്ഷം ചെലവഴിച്ചാണ് മനോഹരമായ കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിന് 58 ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. അതിൽ ഏകദേശം 40 ലക്ഷം രൂപയുടെ വർക്കാണ് പൂർത്തീകരിച്ചത്. ഞങ്ങൾ ഒരിക്കലും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത് പൂർത്തിയാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും നല്ല ഉദ്യോഗസ്ഥന്മാരുടെ നല്ല മനസ്സുള്ളത് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അങ്ങേയറ്റം ഞങ്ങൾ സന്തോഷവാന്മാരാണ്. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കടക്കാടൻ ഷൗക്കത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒളകര കുഞ്ഞിമാനു, റൌഫിയ കാനത്ത്, സുഹ്റാബി കൊളക്കാടൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ സലീന, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VA റഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജലീൽ, പഞ്ചായത്ത് അംഗങ്ങളായ KT അക്ബർ, MP നിസാർ, അത്തു വടക്കൻ, സുബൈർ പള്ളിക്കര, ഹസീന കാസിം, MP ഷാഹിദ, K രാജൻ, K രാധ, സക്കീന, MP ഫസലുള്ള, ഉമ്മു സൽമ, ഹഫ്സത്ത്, പഞ്ചായത്ത് സെക്രട്ടറി പ്രേം സുജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോണി, വിവിധ പാർട്ടി അംഗങ്ങളായ സലീം ചാപ്പനങ്ങാടി, മണി പൊന്മള, ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. ഈ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ ഒരു 5-6 സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റല്, അതുപോലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും നമ്മുടെ മരണപ്പെട്ടു പോയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആലിബാബു ഹാജിയുടെ നൽകിയ ഒരു സ്ഥലമായിരുന്നത്. ഈ സ്ഥലത്താണ് ഇന്ന് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. എന്തായാലും ഒരു മിനി സിവിൽ സ്റ്റേഷനാണ് ഇവിടെ പൊന്മള ഗ്രാമപഞ്ചായത്ത്. എല്ലാ സൗകര്യങ്ങളും ഒരാൾ വന്നാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഇതുപോലെ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിലുള്ള ഒരു പഞ്ചായത്തും ഒരു സ്ഥലത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ശരി, അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയൊരു വികസന പ്രവർത്തനമാണ് പൊന്മള ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. അതിന് പൊതുജനങ്ങളുടെയും മറ്റുമൊക്കെ ഞങ്ങൾക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.